ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പെസഹയാണ്. അപ്പം ഞങ്ങൾ പെസഹയായിട്ട് രാവിലെ പള്ളിയിൽ പോയി എന്നിട്ട് ഞങ്ങൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാവേ. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലയിൽ ഉഴുന്നപ്പമാണ്. വാഴയിലയിൽ അത് പുഴുങ്ങിയാണ് നമ്മൾ ഉഴുന്നപ്പം ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് അടുപ്പിലാണ് കേട്ടോ ഇത്ര ഉണ്ടാക്കിയത്. നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം എല്ലാം തന്നെ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇഡ്ഡലിച്ചമ്പിൽ ആവി കയറ്റിയാണ് ഉഴുന്നപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലതിന് ഇൻട്രിയപ്പം എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചുട്ടൊന്നും എടുക്കാറില്ല, എല്ലാവരും തന്നെ പുഴുങ്ങിയെടുക്കലാണ് ചെയ്യാറുള്ളത്. നമ്മളത് ചുട്ടെടുക്കാറുണ്ട്. നമുക്ക് കുരുത്തോല വെച്ച് കുരിശിൻ്റെ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനകത്ത് വെച്ച് ചുട്ടെടുക്കും. അതാണ് നമ്മൾ പെസഹയുടെ ആദ്യം തന്നെ മുറിക്കുക. പിന്നെ വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ മാവൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇഡ്ഡലിച്ചമ്പിൽ തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ആവി കയറ്റിയാണ്. കുറച്ച് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിള്ളേർക്ക് മുന്തിരിക്ക് വലിയ ഇഷ്ടമാണ്. ഉണ്ടാക്കിയെടുത്തപ്പം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയിട്ട് വന്നപ്പോൾ അപ്പോൾ വിചാരിച്ചു രാവിലെ ഏറ്റു വന്നതാണെന്ന്. അത് വിചാരിച്ചിട്ട് ആൾ പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്താണ് കേട്ടോ. എല്ലാവരും കൂടെ ചിരിച്ച ആളെ കളിയാക്കി. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോയത് പാലാണ്. പാലിന് തേങ്ങ നേരത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാല് പിഴിഞ്ഞെടുക്കുകയാണ്, തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ പാലുണ്ടാക്കുന്നത്. പിന്നെ 2 തേങ്ങയോളം നമ്മൾ പാലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ശർക്കര ചേർക്കും കേട്ടോ. വെള്ള ശർക്കരയാണ് ചേർക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർക്കാം, ഇഷ്ടമുള്ള അനുസരിച്ച്. പിന്നെ ജീരകവും ഏലക്കായും കൂടി പൊടിച്ച പൊടിയുണ്ട്, ആ പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കും. പിന്നെ കുറച്ച് അരിപ്പൊടി, പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതായിരിക്കും നമ്മൾ ചേർക്കുക കേട്ടോ. അത് കൂട്ടി ഇളക്കി പിന്നെ ഒരു കുരുത്തോല കുരിശ് രൂപത്തിലുണ്ടാക്കിയിട്ട് നമ്മൾ അതും ഇതിനകത്ത് ഇടാറുണ്ട്. അതെല്ലാം കൂടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുക. ചൂടായി വരുമ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതിൻ്റെ കളറൊക്കെ മാറി വരും ശർക്കര ഉരുക്കി വരുമ്പോൾ. പിന്നെ കുറച്ച് നേരം ഇളക്കണം കേട്ടോ. ഇളകി കഴിഞ്ഞപ്പോൾ അതൊരു കുറുകിയ പോലെയാവും. അപ്പോൾ അതിൻ്റെ ഫൈനലി ഇങ്ങനെയാണ്. നമ്മൾ ഇത്രയും സാധനങ്ങൾ പെസഹയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു, ബണ്ണ് ഉണ്ടായിരുന്നു. ബണ്ണ് വട്ടത്തിലുള്ള കുരിശ് വെച്ച ബണ്ണുണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു. പിന്നെ ഇൻട്രിയപ്പം പുഴുങ്ങിയതും ചുട്ടതും വട്ടയപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാല് എല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വീട്ടിലേക്ക് അപ്പം മുറിക്കാൻ വേണ്ടി പോയത്. ബിസാറിൻ്റെ വീട്ടിലായിരുന്നു ആദ്യം പോയത്. അടുത്ത് 2 വീടുകളുണ്ട്. ഞാൻ ആദ്യം പോയത് ബിസാറിൻ്റെ വീട്ടിലാണ്. ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ആദ്യം അപ്പം മുറിച്ച് പാലും കുടിച്ചിട്ടാണ് അടുത്ത വീട്ടിലേക്ക് പോയത്. ഇക്കൊല്ലം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അടുത്ത വീട്ടിലേക്ക് അപ്പം മുറിക്കാൻ വേണ്ടി പോയത്. മുമ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ച് ഇങ്ങനെ അപ്പം മുറിക്കുന്ന നമ്മൾ അടുത്ത വീട്ടിലെല്ലാവരും കൂടെ വന്നപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ.
അവിടുന്ന് അപ്പം മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. എല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വന്നു. അടുത്ത അപ്പം മുറിക്കൽ നമ്മുടെ അടുത്തുനിന്നായിരുന്നു. അപ്പം മുറിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് എല്ലാവരും സംസാരിച്ച് അതിനുശേഷം നമ്മൾ അടുത്തത് പോയത് ബനീച്ചേട്ടൻ്റെ വീട്ടിലോട്ടായിരുന്നു. ബനീച്ചേട്ടൻ്റെ സോണി ചേച്ചിൻ്റെ വീട്ടിലോട്ടാണ് എല്ലാവരും കൂടി പോയത്. അവിടെ നേരം അടുത്ത അപ്പം മുറിക്കലിട്ടോ. അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, 12 പേരിൽ എന്നോടൊപ്പം പാദത്തിൽ കൈവെക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. അവിടെ നിന്ന് അപ്പം മുറിച്ച് എല്ലാവർക്കും പാലും അപ്പവും കൊടുത്ത് എല്ലാം കഴിച്ച് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത്. എല്ലായിടത്തുനിന്നും സത്യത്തിൽ പാലും അപ്പവും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വയറ് നിറഞ്ഞ് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പാല് നമ്മൾ പെട്ടെന്ന് മടുക്കും, അധികം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് മടുത്ത് കുറച്ച് കഴിക്കുമ്പോഴേക്കും. എന്നാലും എല്ലാവർക്കും കുറേശ്ശെ എല്ലാവരും കഴിച്ചു. എല്ലായിടത്തുനിന്നും എല്ലാവരും വളരെ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അപ്പൂനും തക്കൂനും കുഞ്ഞിക്കും പാല് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ അടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നൊക്കെ വന്ന് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും ഇന്നത്തെ പെസഹ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു. താങ്ക് യു.